नशे दिया पुड़िया, ये गुंडे गली दे गुंडे, नशे दिया पुड़िया, गली दे गुंडे। मेहंदी लगा के रखना, डोली सजा के रखना, मेहंदी लगा के रखना, डोली सजा के रखना, लेने तुझे गोरी आएंगे तेरे सजना। मेहंदी लगा के रखना, डोली सजा के रखना, ओ हो ओ हो। सेहरा सजा के रखना, चेहरा छुपा के रखना, सेहरा सजा के रखना, चेहरा छुपा के रखना, ये दिल की बात अपने दिल में दबा के रखना। सेहरा सजा के रखना, चेहरा छुपा के रखना, मेहंदी लगा के रखना, डोली सजा के रखना। होय होय होय, होय होय होय। उड़ उड़ के तेरी जुल्फें करती है क्या इशारे, दिल थाम के खड़े हैं आशिक सफे कवारे। छुप जाए सारी कुड़ियां घर में शर्म के मारे, गाँवों में आ गए हैं पागल शहर के सारे। नजरें झुका के रखना, दामन बचा के रखना, नजरें झुका के रखना, दामन बचा के रखना, लेने तुझे गोरी आएंगे तेरे सजना। मेहंदी लगा के रखना, डोली सजा के रखना। सेहरा सजा के रखना, चेहरा छुपा के रखना। मैं एक जवान लड़का, तू एक हसीन लड़की, ये दिल में चल गया तो मेरा कसूर क्या है। रखना था दिल पे काबू, ये हुस्न तो है जादू, जादू ये छाया तो मेरा कसूर क्या है। रास्ता हमारा तकना, दरवाजा खुला रखना, रास्ता हमारा तकना, दरवाजा खुला रखना, ये दिल की बात अपने दिल में दबा के रखना। कुछ और अब न कहना, कुछ और अब न करना, कुछ और अब न कहना, कुछ और अब न करना, ये दिल की बात अपने दिल में दबा के रखना। मेहंदी लगा के रखना, डोली सजा के रखना। शाबा ओए ओए ओए, शाबा ओए ओए ओए, शाबा ओए ओए ओए, शाबा। ओए ओए ओए। शाबा ओए ओए ओए, 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 शाबा ओए ओए ओए। शाबा। Hey, beautiful. അഞ്ചാം സമ്മാനം നേടുന്ന സൂപ്പർ സ്റ്റാർ വിജയെ കാത്തിരിക്കുന്നത് സൂപ്പർനോവ നൽകുന്ന 50,000 രൂപ സമ്മാനം. मेहंदी लगा के रखना, डोली सजा के रखना, लेने तुझे
പെർഫോമൻസ്. താങ്ക് യു. ഡാൻസ് ഒക്കെ പഠിച്ചു അല്ലേ ഷാഹുലേട്ടൻ? പ്രോപ്സ് ഒക്കെ യൂസ് ചെയ്തു. ഇത് യൂസ് ചെയ്യുമ്പോൾ നിനക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നോ? അത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടയ്ക്കാൻ കുറച്ച് സമയം എടുക്കും. എത്തുമെന്ന് അറിയില്ലായിരുന്നു, അതിന്റെ ഒരു ടെൻഷൻ. എന്നാലും കാജു മാമിന്റെ പോലെ ഇതുപോലെ കോസ്റ്റ്യൂം ഒക്കെ സെറ്റ് ചെയ്ത് അല്ലേ ചേച്ചി? കറക്റ്റ് കളറ് ഈ കളറ് കണ്ടുപിടിക്കാൻ ഭയങ്കര പാട് കിട്ടും. എങ്ങനെയാ അപ്പൊ എന്ത് ചെയ്തു? ഈ പച്ച കിട്ടാൻ പാടായിരുന്നു. മക്കളെ സ്റ്റുഡിയോയിൽ ചോദിച്ചാൽ മതി ഈ ഗ്രീൻ മാറ്റ്. ഞാൻ ശരി ഡൈയില് മുക്കിയെടുത്തതാണോ? അല്ല പക്ഷെ കൊള്ളാം, കറക്റ്റ് കളറ്. അതുപോലെ ഡ്രസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതെ. ആർക്കാണ് ക്രെഡിറ്റ് മുഴുവൻ? ശരണി. അച്ഛന് ഡ്രസ്സിന്റെ ക്രെഡിറ്റ് ശരണേന്റെക്ക്. ഒരു പച്ചയായ മനുഷ്യനാണ് അച്ഛൻ. അച്ഛൻ ഓർണമെന്റ്സ് അച്ഛൻ എടുത്തു തന്നു. ഇല്ലേ മോളെ? മോടെ അച്ഛൻ ഒരു പച്ചയായ മനുഷ്യനാണ് അല്ലേ? നല്ല മനുഷ്യനാണ്. അതാണ് അതിന്റെ അർത്ഥം. അത് വേറെ പച്ച. പാട്ട് തെറ്റിച്ചാ പച്ചയായിട്ടെല്ലാം പറയുകയും ചെയ്യും അല്ലേ മക്കളെ? അതെ, പച്ചക്ക് പറയും. ഓക്കെ അമ്മയാ, ചോദിച്ചു നോക്കാം. മഞ്ജരി ചേച്ചി, യു വേർ ലിറ്ററലി എൻജോയിങ്. ഐ ലവ്ഡ് ഇറ്റ്. കോറസ് ഒക്കെ ചേച്ചി ഇരുന്ന് പാടുന്നുണ്ടായിരുന്നു. ഫുൾ ടൈം. അപ്പൊ ഇതൊക്കെ ഞങ്ങളുടെ ആ ഒരു സ്കൂൾ ടൈമിലുള്ള പാട്ടുകളാണ്. അപ്പോൾ അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ശരിക്കും. അതിലേക്കൊക്കെ ഈ ഷാറുഖ് ഖാൻ, ആ സമയൊക്കെ നമ്മള് വല്ലാണ്ട് ഒരു ആവേശം കൊള്ളുന്ന ഒരു സമയം അത്. തുझे देखा तो ये അങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴേ നമുക്കൊരു ഇപ്പോഴും ആ മനുഷ്യൻ ഇപ്പോഴും എന്തൊരു ഹാൻസം, എന്തൊരു ചാമിങ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. ആൾക്കാരൊക്കെ ആ സൗന്ദര്യം, ആ സ്റ്റൈലും ഇപ്പൊ ഉങ്ങളെ വിട്ട് പോകലെ എന്ന് പറയുന്ന രജനി സാറിന്റെ ഡയലോഗില്ലേ? പാട്ടുകൾ, അദ്ദേഹം അഭിനയിച്ച എല്ലാ പാട്ടുകളും അത്രയും സൂപ്പർ ഡൂപ്പർ ഹിറ്റ്സ് ആണ്. അതിലെ ഒന്ന് എല്ലാ കല്യാണ വേദികളിലും ഡാൻസ് ചെയ്യപ്പെടുന്ന ഒരു പാട്ടാണ്. മെഹന്തി ലഗാ കെ രഖന ഡോലി സജാ കെ രഖന. അറിയോ പാട്ടിന്റെ അർത്ഥം? മൊത്തം അറിഞ്ഞിട്ടാണ് പാടിയത്. മൈലാഞ്ചി 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 ഇട്ട് വെക്കാൻ മെഹന്തി പെട്ടെന്നല്ല റെഡി ആയിക്കോ, ഇപ്പൊ വരും ആള് കൊണ്ടുവരുന്ന. എന്തായാലും ഈ പാട്ട് മോളൊരു സൂപ്പർ സെലക്ഷൻ ആണ്. കാരണം ഇതൊരു ഹാങ് ഓവർ പോലെയാണ് ഈ പാട്ട്. ഇനിയിപ്പോൾ അടുത്ത ആരെങ്കിലും വന്ന് പാടുന്നത് ഇതിങ്ങനെ തലയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു എന്താണ്, തുള്ളി തിമിർത്ത് ആർത്തുല്ലസിക്കാൻ പറ്റിയൊരു പാട്ടാണ്. മോള് ഇതിൽ പാടിയതിനകത്ത് ഒരു സ്ഥലത്ത് മാത്രം എന്തോ ഒരു ഡാൻസ് ചെയ്തപ്പോൾ പറ്റിയ സ്ലിപ്പാണോ എന്തോ വെള്ളമിറക്കിപ്പോയതാണോ എന്തോ ഒരു സംഭവം നടന്നല്ലോ. ജാദു യെ ചൽ ഗയാ ഹേ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ചരണം ലാസ്റ്റ് ഫിനിഷിംഗ് ആയപ്പോഴത്തേക്ക് ഈ ജാദു യെ ചൽ ഗയാ തോ ഇത് അവിടെ എന്തോ സംഭവിച്ചു. അത് ഫുള്ളായിട്ട് പാടിയില്ല. അവിടെ എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻസ് നടന്നു. സ്റ്റെപ്പിന്റെ ഇടയിൽ ആയതുകൊണ്ടാണോ അത് എന്തോ എനിക്കറിയില്ല. അതെവിടെയായിരുന്നു? ഞാനെല്ലാം മറന്നുപോയി. നന്നായിരുന്നു മോളെ. എന്തായാലും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഒന്നാമത് ഭാഷ, അറിയാത്ത ഭാഷ ഇങ്ങനെ കംപ്ലീറ്റ് പഠിച്ച് തലയിൽ കയറ്റി നോക്കാതെ പാടണം അല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ ഈ ഡാൻസും എന്തൊക്കെ എഫേർട്സ് അവരെടുക്കുന്ന അല്ലേ? ഡ്രസ്സ്, അതേ കോസ്റ്റ്യൂം, അത് തപ്പി നടന്ന് തന്നെ പകുതി സമയം പോയി അല്ലേ? പക്ഷെ എന്തുകൊണ്ടും അതൊരു നല്ലൊരു ഹാർഡ് വർക്കാണ്. കാണാനുണ്ട്. ഇവിടെ ചെറിയൊരു വേദന. അത് തീർന്നല്ലോ പാട്ട്, അതുകൊണ്ട് ഇനി പിന്നെ എണീക്കാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. എന്നിട്ട് എനിക്ക് തോന്നി ഇവരുടെ കൊറിയോഗ്രാഫർ ഈ ലാസ്റ്റിൽ ഇവർക്കൊരു ഒരു സ്റ്റോപ്പ് കൊടുക്കുന്നുണ്ട് അല്ലേ? ഇങ്ങനെയാണ് ഈ കുട്ടി, ഇത് ഇങ്ങനെയാണ് അല്ലേ? അല്ലേ? എൻജോയ് ചെയ്തോ? നമ്മളാണ് ആക്ച്വലി ആദ്യം എൻജോയ് ചെയ്യണ്ടേ പാടുമ്പോ. എൻജോയ് ചെയ്തോ? ഇത് ബുദ്ധിമുട്ട് എന്താ അറിയോ? ഇത് രണ്ടുപേര് പാടിയ പാട്ടാണ്, ഒറ്റയ്ക്ക് നിന്നിട്ട്. ഇത് ശ്വാസം വിടാണ്ടാണ് ഇങ്ങനെ പാടിക്കൊണ്ട് പോകുന്നത്. അത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും നന്നായി പാടിമോളൂ. ആ ഒരു ചങ്കുറ്റത്തിന്, എന്റെ ചാൾസ് ശോഭരാജിൽ പോലും ഞാൻ കാണാത്ത ആ ചങ്കുറ്റത്തിന് ഞാൻ വലിയൊരു കൈയടി തരുന്നു. ചേച്ചി പോയ സമയങ്ങളിൽ ലാസ്റ്റ് പ്രീ ക്വാർട്ടറിലെ ടോപ്പറാണ്. ഫാന്റാസ്റ്റിക്. അത് തന്നെ കീപ്പ് ചെയ്യുക. ഇനിയും മുന്നോട്ട് ഇനിയും നല്ല നല്ല പാട്ടുകൾ, അതായത് ഇതുപോലത്തെ ഹരം കൊള്ളിക്കുന്ന പാട്ടുകൾ കൊണ്ടുവരാം. ഓക്കെ, വെരി നൈസ്, വെരി നൈസ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. മക്കളെ എന്താ സാർ നന്നായിട്ട് പാടിയടാ. ഈ ഒരു കാലത്ത് ഈ പാട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെ പോയാലും, മരണ വീട്ടിൽ പോയാൽ ഈ പാട്ട് കേൾക്കാം. അങ്ങനൊരു അവസ്ഥ ഉണ്ടായിരുന്നു ഈ പാട്ടിൽ. അത് അത്ര ഭീകര ഹിറ്റായിരുന്നു. നമ്മളെ ഇത് ആരൊക്കെയാ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അത് കേൾക്കട്ടെ. മ്യൂസിക് ജതൻ ലളിത് സാറ്,
പിന്നെ ലിറിക്സ് ആനന്ദ് ഭക്ഷി സാറ്, പിന്നെ സിനിമ ദിൽ വാലെ ദുൽഹനിയ ലേ ജായേംഗെ. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചത് ഷാരൂഖ് ഖാൻ സാറും പിന്നെ കാജൽ മാമും, പിന്നെ പാടിയത് ഉദിത് നാരായൺ സാറും പിന്നെ ലതാ മങ്കേഷ്കർ മാമും. മോളെ നന്നായിട്ട് പാടിയതാ, എല്ലാം നല്ല. എനിക്ക് പ്രത്യേകിച്ച് നീ ആ പല്ലവിയുടെ എന്ത് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേൾക്കാൻ, നല്ല സുഖമുണ്ടായിരുന്നു. എനിക്ക് ആകെ ഉള്ള ഒരു ചേർച്ചക്കുറവ് മോളെ ആ ഈ അനുപല്ലവി ചരണത്തിലും ആ നോട്ട് പഞ്ചമാണോ അത് കൃത്യമായിട്ടത് 1-2 സ്ഥലത്തെ അത് ചേർന്നുള്ളൂ, ബാക്കി എല്ലാം ഇച്ചിരി ഫ്ലാറ്റായിരുന്നു. നമുക്കത് മനസ്സിലായോ? നമുക്ക് തുടക്കം 2 ലൈനൊന്ന് പാടിയാലോ? അനുപല്ലവി ചരണം ഓട്ടോ വരും. അതെപ്പോഴും നോക്കിക്കോളൂ, അത് അങ്ങോട്ട് കാര്യം സസ്റ്റൈനും ഉണ്ടല്ലോ അത്. അപ്പോൾ നമ്മൾ മാക്സിമം ചേർക്കണം. കാര്യം നിങ്ങൾ കുഞ്ഞുങ്ങളില്ല, നിങ്ങളുടെ ചെവിയൊക്കെ നല്ല എന്താ പറയണ്ടേ വൃത്തിയായിട്ട് കേൾക്കും. അപ്പോൾ നമ്മൾ പാടുന്നതും അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട്. നമുക്ക് കുറച്ചൊരു പ്രായമാകുമ്പോഴാണ് ചെവിക്കൊക്കെ പ്രോബ്ലം ഒന്നും ശരിക്കും കേൾക്കത്തില്ല, കേട്ടാൽ തന്നെ നേരെ പാടാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ വെച്ച്. ഇപ്പോൾ കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് ഹിറ്റ് ചെയ്യണം കേട്ടോ. അതാണ് പറഞ്ഞത്, വേറെ ഒന്നുമില്ല മോളെ, ബാക്കിയൊക്കെ നന്നായിരുന്നു. എനിക്ക് ആ പൊത്തോന്ന് വീണതൊഴിച്ച് അതെന്താ സംഭവിച്ച മോള്? ഇങ്ങനെയല്ലേ പ്ലാൻ ചെയ്തിരുന്നത്? ഇങ്ങനെ തന്നെ പ്ലാൻ ചെയ്തേ. ആദ്യം കൈ കുത്തണായിരുന്നു, മുട്ട് കുത്തി. കൈ കുത്താൻ ഞാൻ മറന്നുപോയി. മക്കളെ അങ്ങനെ ഒന്ന് കാണിക്കാമോ? ആദ്യം കൈ കുത്തിയിട്ട് ഒന്ന് വീഴാമോ? അനൂപേ, നമുക്ക് വീഴാൻ പറ്റിയ ഒരു മ്യൂസിക് ഇട്ട് കൊടുക്ക്. Shava, 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 Shava. ഇപ്പോഴും മോളെ ആദ്യം മുട്ട കുത്തിയത് നീ, പക്ഷെ കൈ കുത്താൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. അത് മറ്റേ പുഷപ്സ് എടുക്കുന്ന പോലെ ഇരിക്കത്തില്ലേ? അല്ല, ഈ പാവാടയും വെച്ചോണ്ട് എങ്ങനെ ആദ്യം കൈ കുത്തുന്നത്? പറ്റത്തില്ല, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് മോളെ. കൈ കുത്തുന്നത് പ്രയാസമാണ്. കൈ മാത്രം കുത്തി ഇരിക്കേണ്ടി വരും. എക്സ്പ്രഷൻ ഇങ്ങനെ അത് ഇങ്ങനെ അങ്ങ് ഇരിക്കേണ്ടി വരും. അല്ല, ഒരു കൈ മൈക്ക് ഇരിക്കല്ലേ, എല്ലാം കൂടെ പറ്റത്തില്ല, അല്ലേ പാടാ. അതൊക്കെ മോളെ കൊള്ളായിരുന്നു കേട്ടോ. നിന്നെ കണ്ടൊരു പച്ച തത്തമ്മയെ പോലെ സുന്ദരിയായിരുന്നു. അത് നല്ലതായിരുന്നു മോളെ, ബാക്കി എല്ലാം നന്നായി. ഈ ഒരു ശ്രുതിയുടെ കാര്യം മാത്രം മോളൊന്നും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ, വേറൊന്നും ഇല്ല. പച്ചപ്പനന്തത്തെ ഉന്നാരപ്പൂമുത്തെ അച്ഛന്റെ ഇല്ലേ പച്ചയായ മനുഷ്യന്റെ മകളാണ്. അപ്പം മോളുടെ നാട് എവിടെയാ? ഇവിടെ തന്നെ, എറണാകുളത്ത് തന്നെ. എറണാകുളത്ത് തന്നെയല്ലേ? എറണാകുളം സ്ലാങ് അങ്ങോട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ചോദിച്ചാ. നന്നായി പാടി. അമ്മയ്യ അരുൺ അച്ഛൻ എന്ത് ചെയ്യുന്നു? അരുൺ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഒമാനിലായിരുന്നു, ഇപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. അമ്മ ഒമാനിലിപ്പോ. ഓ ശരി. നിങ്ങൾ അവിടെ മോളെവിടെയാണ് ജനിച്ചോളന്നൊക്കെ? ജനിച്ചത് ഇവിടെ, പിന്നെ 1ാം ക്ലാസ് വരെ ഒമാനിലേക്ക് പോയി. ആണോ? അറബ് പാട്ടൊക്കെ പാടുവോ? അറബ് സോങ്സ് ഒക്കെ പാടുവോ? അറബി അറിയോ? കുറച്ച് ഇല്ല, ഒട്ടും അറിയില്ല. അവിടെ ഞാൻ മലയാളം തന്നെ എടുത്തേ. ആണല്ലേ? ഈ പാട്ട് അണ്ണാച്ചി പറഞ്ഞ പോലെ ആ കാലത്ത് ഈ എവിടെ ചെന്നാലും ഈ പാട്ട് കേൾക്കാനുള്ളൂ. പിന്നെ അതിനകത്ത് മറ്റു ഷാരൂഖ് ഖാൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ടുണ്ടല്ലോ, അതും. ഈ 2 പാട്ട് എവിടെ ചെന്നാലും കേൾക്കാം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള പാട്ടുകളാണ് ഇതൊക്കെ. അത് വീണ്ടും ഈ വേദിയിൽ വന്ന് മോള് പാടുമ്പോൾ പഴയ ഓർമ്മകൾ കോടി വന്നു. മോള് ദസലായിട്ട് പാടി, നന്നായിട്ട് തന്നെ പാടി കേട്ടോ. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ലാസ്റ്റ് മോളുടെ കൊളീഗ്സ് സാബ ഗ്രൂപ്പ് നന്നായിട്ട് പാടി. മോള് ഹിന്ദി പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം അതോ മലയാളം ഇഷ്ടം ആണോ? ഇതിനകത്ത് വേറൊരു പാട്ടില്ലേ ദിൽവാലേക്കകത്ത്, അതേതായിരുന്നു? അത് പാടാറുണ്ടോ? ഒട്ടും പാടുന്നുണ്ട്. ഉണ്ടല്ലേ? വേറെ പാടുന്നുണ്ട്. അതിന് കോറസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ കോറസ് സമയത്ത് മോളെ കാണാം. അപ്പൊ സന്തോഷം. ഓൾ ദ വെരി ബെസ്റ്റ്. മോൾക്ക് കൂടുതൽ നല്ല പാട്ടുകൾ പാടി ഏറ്റവും ഉയരങ്ങളിൽ എത്തട്ടെ. ഗുഡ് ലക്ക്. താങ്ക് യു സർ. സാറിന്റെ ഒരു പാട്ട് എനിക്ക് ഇവിടെ പാടണമെന്ന് ആഗ്രഹം. അതേതായിരുന്നു മോളെ? ഓളങ്ങളെ. ഉയ്യോ, സലിൽദാ, ദ ഗ്രേറ്റ് സലീൽ ചൗധരിയുടെ സാറിന്റെ റൗണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പാർവണ പാടിയ പാട്ടായിരുന്നു. ഞാനിവിടെ ഇല്ലാത്തപ്പോഴും എന്റെ പാട്ടൊക്കെ പാടുന്നുണ്ട്. ശരിയാ, മഞ്ജരി പറഞ്ഞു ശരിയാണ്. ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഓ സന്തോഷം. സലിൽദയുടെ മ്യൂസിക്, ONV സാറിന്റെ വരികൾ, പാടിയത് ചിത്ര ചേച്ചിയാണ്. അതിനകത്ത് മനോഹരമായ വേറൊരു പാട്ട് എനിക്ക് ദൈവം അനുഗ്രഹിച്ച് കിട്ടി, കാതിൽ തേന്മഴ എന്നൊരു പാട്ട് അതും ഓൾറെഡി പാടിയിട്ടുണ്ട്. അദ്ദേഹം സലീൽ ചൗധരിയുടെ അവസാന സിനിമയാണ് തുമ്പോളിക്കടപ്പുറം. ജയരാജായിരുന്നു സംവിധായകൻ. ദാസേട്ടൻ പാടിയ പാട്ട്. പിന്നെ അതിനകത്ത് ആരും പാടാത്ത വേറൊരു പാട്ടുണ്ട്, ഇതാരോ ചെമ്പരുന്തോ എന്നൊരു പാട്ടുണ്ട്.
ഇതാരോ ചെമ്പരുന്തോ പറക്കും തോണിയായി മേലേ വടക്കൻ കാറ്റുമൂളി കടൽ പൊന്മുത്തു കോരാൻ വാ ചാകര കൊയ്ത്തായി ഹൊയ്യ ഹൊയ്യ ഹൊയ് ഹൊയ്യ ഹൊയ്യ ഹൊയ് ഏഹേ ഇതാരോ ചെമ്പരുന്തോ പറക്കും തോണിയായി മേലേ വടക്കൻ കാറ്റുമൂടി കടൽ പൊന്മുത്തു കോരാൻ വാ ചാകര കൊയ്ത്തായി. അങ്ങനെ പാട്ടുണ്ട്. ചാകര വന്നേന്ന് പറയുമ്പോഴത്തേക്കും ഉള്ള ഒരു പാട്ടുണ്ട്, അതാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഓർമ്മകൾ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി സർ യെസ് മാർക്ക്. മക്കളെ എന്താ സാർ? 8.7. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ചേച്ചി 8.7. ഓ താങ്ക് യു സാർ. സാറോ? താങ്ക് യു മാം. ഓക്കെ. പിന്നെ ചേട്ടാ പച്ചപ്പരം തത്തേ എന്താ എന്റെ സ്നേഹമാണ്. ഓക്കെ, Thank you. ടോട്ടൽ 17.4. Ni pa maga